അന്റെ തൊള്ളനോട് എന്റെ തന്തനോട് പറയും ഇങ്ങോട്ട് മുണ്ടി പോരുത്. ഗ്രാമസഭയിൽ നിന്ന് വർത്താനം പറയണേ ഗ്രാമസഭയിൽ മറുപടി പേരെ വന്നിട്ട് അയാൾക്ക് വർത്താനം പറഞ്ഞ ഗ്രാമസഭ വന്നിട്ട് കാലിന് വട്ടിന്ന് ഞാൻ കല്ലെട്ടിച്ചോണ്ടിരുന്നു നാലിന്റെ മാത്രം വിട്ടാ അതെ ആശയം വഴി കാരണം അസീസോടെ കല്ലെട്ട മറ്റൊന്ന് പറഞ്ഞു മുണ്ടാ മുണ്ടി പോകണ ഗ്രാമസഭയുള്ള വർത്താനല്ലോ വർത്താനം പറഞ്ഞു അന്റെ തൊള്ളനോട് എന്റെ തന്തനോട് പറയും ഇങ്ങോട്ട് മുണ്ടി പോരുത്. ഗ്രാമസഭയിൽ നിന്ന് വർത്താനം പറയണേ ഗ്രാമസഭയിൽ മറുപടി പേരെ വന്നിട്ട് അയാൾക്ക് വർത്താനം പറഞ്ഞ ഗ്രാമസഭ വന്നിട്ട് കാലിന് വട്ടിന്ന് ഞാൻ കല്ലെട്ടിച്ചോണ്ടിരുന്നു നാലിന്റെ അന്റെ തന്തന്റെ കല്ല വെട്ടിയ അന്റെ തന്തന്റെ കല്ലാണ് വെട്ടിയ അപ്പൊ അതിനുള്ള മര്യാദ വർത്തമാനം പറഞ്ഞോട് ഞാൻ എന്തോ കാട്ടിക്കോട്ടെ എന്റെ പേരെ നിന്നാണ് വെട്ടിയത്. അന്ന് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞ ആൾക്കാർക്ക് കല്ലെട്ടിയെ പറഞ്ഞ് അതായത് കല്ലെട്ടിയെ പറഞ്ഞ് ഇത് തടായി കല്ലെട്ടി നഷ്ടമല്ലായി പറഞ്ഞ് മക്കളെ മര്യാദക്ക് പോറ്റിക്കൊണ്ട് ഞാൻ ഇപ്പൊ കയ്യൊക്കാത്ത മെമ്പറായി പോയി ഇനി ഈ ചില കൈ വായിച്ച ഉണ്ടാവില്ല വെക്കും അല്ല പക്ക എനിക്കൊരു മടിയില്ല പറഞ്ഞ ഞാൻ അതൊക്കെ കഴിയൂല എനിക്ക് പറഞ്ഞ ഇവിടെ ഈ അൽബിയായിട്ടുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ മേലാൻ അയാൾ വർത്തമാനം പറഞ്ഞ ഞാൻ ഇപ്പോൾ നിങ്ങൾ പറയണ്ട ഇങ്ങോട്ട് തൊള്ളടക്കി നിർത്തിയാൽ പറയുന്ന വിഷയം പറയുമ്പോ കേൾക്കാൻ പോവാണ് പറയുന്ന വിഷയം പറയുമ്പോ പറയുന്ന കേട്ടി എത്തി മറുപടി പറഞ്ഞാൽ പേര് പോട്ടോ ഞാൻ ആശുപത്രി പറയുന്നുണ്ട് ഇപ്പോഴും ഇവിടെ വെട്ട് നിർത്തിവെച്ച കേസ് രണ്ടാമത് അല്ലേ ഇവിടെ നിർത്തിവെച്ച കേസ് തുടങ്ങിയ ഞങ്ങളല്ലേ ആ കേസ് മദ്യം പറഞ്ഞാട്ട് ഇവിടെ ഞങ്ങൾ ഈ റോഡ് നന്നാതെ വെട്ടണ്ടെന്ന് പറഞ്ഞ് നിർത്തിവെച്ചു ആര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിർത്തിവെച്ചു എന്റെ നന്ദന്റെ കുഞ്ഞിന്നാണ് പേപ്പർ ഒപ്പിട്ട് ചോദിച്ചാൽ ഏത് പേപ്പർ ഒപ്പിട്ടെ പേപ്പർ ഒപ്പിട്ട് പറഞ്ഞു റോഡ് തുറന്നു അസീസ് കല്ല് വെട്ടാന്ന് പറഞ്ഞതിനോട് അവിടെ പറഞ്ഞത് അസീസ് കല്ല് വെട്ടി അവിടെ ഗ്രൗണ്ടിന് മടിയില്ലേ ഇല്ലേ ആ ഗ്രൗണ്ടിന്റെ പേരും പറഞ്ഞ കല്ലിട്ടാറ് ഓലെ പറമ്പോട്ട് എനിക്കറിയില്ല നിങ്ങൾ അഗ്രിമെന്റിലാ മൂന്ന് അപ്രോച്ച് റോഡേക്ക് വരുന്നുണ്ട് ഒന്ന് താഴെ കൂടെ ഒന്ന് മറ്റേ കൂടെ സംസാരിക്കല്ലേ ഇപ്പൊ പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞ് പറയും ഞങ്ങളെ പെണ്ണുങ്ങൾ കുട്ടികൾ ഞങ്ങളെ കെട്ടിയാക്കല്ല ഊരില്ല സാധനമില്ല അതാണ് സംഭവം വർത്താനം പറയും ഞങ്ങൾ പറഞ്ഞു പോലെ ബാബുനങ്ങാടി ജന്മത്തിൽ അനാവശ്യം വർത്താനം